ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിറം ബൈ മിതു. ട്രിവാൻഡ്രത്തുള്ള ബാലാജി വിന്നേഴ്സ് എന്ന സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് മേടിച്ച കുറച്ച് ക്രാഫ്റ്റ് സപ്ലൈസ് ആണ് കേട്ടോ ഇതൊക്കെ. ഫസ്റ്റ് എത്തത് ഇങ്ങനത്തെ കളർഫുൾ ടേപ്സ് ആണ്. ഒരു സെറ്റിൽ 10 ഉണ്ട്, 10 കൂടെ 45 റുപ്പീസ്. അങ്ങനെ നോക്കുമ്പോൾ വർത്ത് ബൈയിങ് ആണ്, കാരണം ഒരെണ്ണത്തിന് 4.5 റുപ്പീസ് അല്ലേ ആവുന്നുള്ളൂ. അടുത്തത് 50 പീസസ് ഉള്ള ഐസ്ക്രീം സ്റ്റിക്കിന്റെ പാക്ക് ആണ് 35 രൂപയ്ക്ക്. ഇതിന്റെ ക്വാളിറ്റി എടുത്തു പറഞ്ഞേ പറ്റൂ, കാരണം അമ്മാതിരി ഫിനിഷിങ് ഭയങ്കര സ്മൂത്ത് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിത് എടുത്തു പറയാൻ കാരണം ഇടയ്ക്ക് മീഷോയിൽ നിന്ന് 500ന്റെ ഒരു പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി ഭയങ്കര മോശം, പകുതിയിൽ കൂടുതൽ നമുക്ക് യൂസ് ആക്കാൻ പറ്റാത്തത്. നെക്സ്റ്റ് വൺ ഈസ് പൈപ്പ് ക്ലീനർ. പേര് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ ഇത് പൈപ്പ് ക്ലീൻ ആക്കാനുള്ള സാധനമല്ല. ഇത് യൂസ് ആക്കി പല പല ഫ്ലവേഴ്സ് ചെയ്യുന്നതിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഇങ്ങനെ തന്നെ എടുത്തൊരു ഫ്ലവർ വേസിൽ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് തോന്നി. ഇത് നല്ല സോഫ്റ്റ് പഞ്ഞി കണക്കിരിക്കുന്ന യാണാണ്. ആക്ച്വലി ഇതിന്റെ ഈ സോഫ്റ്റ്നെസ് കണ്ടിട്ടാണ് മേടിച്ചത് തന്നെ. സിംഗിൾ ത്രെഡിൽ തന്നെ ഇങ്ങനെ കളർ ഷെയ്ഡ്സ് മാറി വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് 125 റുപ്പീസ്. ഇത് വന്നിട്ട് വെൽവെറ്റ് യാൺ. ഇതും തൊട്ട് മുന്നത്തത് ഞാൻ എന്തിനാ എടുത്തതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു ഗോപാലൻ. ഇതായിരുന്നു അവസ്ഥ. പിന്നെ റേറ്റ് 190. അതെ, വീണ്ടും യാൺ തന്നെ. ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ്. ഈ ക്രോഷറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ എനിക്ക് ക്രോഷറ്റ് ചെയ്യാൻ അറിയില്ല, പക്ഷെ വീഡിയോസ് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസിൽ പറഞ്ഞതേ ഉള്ളൂ. നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളർ, നമ്മൾ ഈ തളിര് വെച്ചാന്നൊക്കെ പറയില്ല, ആ ഒരു കളറും പിങ്ക് കളറുമാണ് എടുത്തത്. ഇതിന്റെ റേറ്റ് 130. ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് ദേ ഇതുപോലത്തെ വയേഴ്സ്. ഇതിന്റെ റേറ്റ് ആണ് ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. ഒരു പീസിന് 1 രൂപ, ഗോൾഡിന് 2 രൂപയും. ക്വാളിറ്റി നല്ലതാണ്, ഇങ്ങനെ പെട്ടെന്ന് വളഞ്ഞു പോകുന്ന ടൈപ്പ് അല്ല കേട്ടോ ഇത്. അടുത്ത് മേടിച്ചതാണ് കോട്ടൺ റോപ്പ്. ഒരു സെറ്റിന്റെ റേറ്റ് 150 റുപ്പീസ്. അങ്ങനത്തെ 2 സെറ്റാണ് മേടിച്ചിട്ടുള്ളത്. രണ്ടിന്റെയും ഡയമീറ്റർ കുറച്ച് വ്യത്യാസമുണ്ട്. ഒരെണ്ണം കുറച്ച് വലുതും ഒരെണ്ണം കുറച്ച് ചെറുതും. വീഡിയോയിൽ കാണുമ്പോൾ ഒരു സെറ്റിന്റെ അളവ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, കാരണം ഈ മേടിച്ചു കൊണ്ടുവന്നതിന്റെ അന്ന് തന്നെ ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇതിലൊന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇതിന്റെ ഒരു ചെറിയ നെഗറ്റീവ്, ഇത് യൂസ് ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് പഞ്ഞ് കണക്ക് ചെറുതായിട്ട് ഇളകി ഇങ്ങനെ പോകുന്നുണ്ട്. അടുത്ത് ഞാൻ മേടിച്ചത് നല്ല ലാവൻഡറും പിങ്ക് ഷെയ്ഡ്സിലുള്ള ക്ലോത്ത് റിബൺ ആണ് കേട്ടോ. മുൻപ് ഇങ്ങനത്തെ ക്ലോത്ത് റിബൺ മേടിക്കാൻ പോയി പ്ലാസ്റ്റിക് റിബണൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു അബദ്ധം. നെക്സ്റ്റ് വൺ ലേസ് ആണ്. ഇത് ജൂട്ട് ത്രെഡിന്റെയും വൈറ്റ് ലേസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇങ്ങനെയും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ആയി രണ്ടായിട്ടും യൂസ് ചെയ്യാം. ഇത് കണ്ടപ്പോൾ ഡ്രസ്സിലും എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ എന്ന് തോന്നി, പ്രത്യേകിച്ച് ആ വൈറ്റ് കളർ ലേസ് പോർഷൻ. അടിപൊളിയല്ലേ? പിന്നെ റേറ്റ് 75 റുപ്പീസ്. ഇനിയുള്ളത് കുറച്ച് ഗിഫ്റ്റ് പേപ്പേഴ്സ് ആണ്. ആക്ച്വലി ഇത് മേടിക്കാനാണ് മെയിൻ ആയിട്ട് പോയത്. ഇത് മാത്രം 12 റുപ്പീസിൻ്റെത്, ബാക്കി കാണിക്കാൻ പോകുന്നതൊക്കെ 8 റുപ്പീസിൻ്റെതും. ഗിഫ്റ്റ് പേപ്പർ മേടിച്ചത് വേറൊന്നിനും അല്ല, ബർത്ത്ഡേ കാർഡ് ഗിവ് അവേ ഒക്കെ വരാൻ പോകുന്നില്ലേ, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗിഫ്റ്റ് പേപ്പർ യൂസ് ചെയ്ത് റാപ്പ് ചെയ്തൊക്കെ തരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ ചില ക്രാഫ്റ്റ് ഐറ്റം ചെയ്യുമ്പോൾ ഫെവിക്കോളിന് പകരം 2 സൈഡ് ടൈപ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതും മേടിച്ചു. എപ്പോഴും തീർന്നു പോകുന്ന റെഡും ഗ്രീനും കളർ പേപ്പർ കൂടെ വാങ്ങി. ഈ ചെറിയ ഹോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.